നമസ്കാരം. കഴിഞ്ഞ ദിവസം 9 പേരുടെ മരണത്തിനിടയാക്കിയ വാൽപ്പാറ വാഹനാപകടവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഡ്രൈവറുടെ പരിചയമില്ലാതെ തന്നെയാണ് ഈ അപകടത്തിന് കാരണമായി മാറിയത് എന്നാണ് തമിഴ്നാട്ടിലെ ഗതാഗത വകുപ്പിലെ വിദഗ്ധർ വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ പ്രായം കുറഞ്ഞ 21 വയസ്സോ മറ്റുള്ള ഡ്രൈവറായിരുന്നു ഈ വാഹനം ഓടിച്ചിരുന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം നേരത്തെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഓടിച്ച് പരിചയമുള്ള ആളാണോ എന്നറിയില്ല. പക്ഷേ ഇത്തരം ഹൈ റേഞ്ച് പോലെയുള്ള മേഖലകളിൽ, അതായത് ഒരുപാട് കൊക്കകളും മറ്റുമൊക്കെയുള്ള ചുരം കയറി പോകേണ്ടി വരുന്ന വാഹനങ്ങൾ ഓടിച്ച് അതിന് പരിചയമുണ്ടോ എന്ന് സംശയമാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ വിദഗ്ധർ പറയാറുള്ളത്, നിങ്ങൾ ഒരു ഗിയറിലാണ് ഒരു കയറ്റം കയറുന്നതെങ്കിൽ ഇറക്കവും അതേ ഗിയറിൽ തന്നെ ആയിരിക്കണം പോകേണ്ടത് എന്നാണ്. ഇതിനെക്കുറിച്ച് ഒരുപക്ഷെ ഇവിടെ സദാസമയം ഓടിക്കുന്ന ആളുകൾക്ക് മാത്രമേ വ്യക്തമായ ധാരണ ഉണ്ടാവുകയുള്ളൂ എന്ന് അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒരുപക്ഷെ ഈ ഡ്രൈവർ ഈ മേഖലയിൽ ഒരു തുടക്കക്കാരനായിരുന്നിരിക്കാം. എന്നാൽ ഇവിടെ ഡ്രൈവറിൻ്റെ പരിചയക്കുറവ് കാരണം ഉണ്ടായ പ്രശ്നം, അദ്ദേഹം നിരന്തരമായി ബ്രേക്ക് തന്നെ ഉപയോഗിക്കുകയായിരുന്നു എന്നാണ്. ഗിയറിനെ ആശ്രയിക്കാതെ നിരന്തരമായി ബ്രേക്കിനെ ആശ്രയിക്കുകയാണെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഒരുപക്ഷെ ഇവിടെ സംഭവിച്ചത് അതുതന്നെ ആയിരിക്കാനാണ് സാധ്യത. ഏതായാലും ഈ വാഹനം ഓടിച്ചിരുന്ന വ്യക്തി ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഒരുപക്ഷെ ആ ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഭേദപ്പെട്ടതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ ചോദ്യം ചെയ്ത് മൊഴിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള പ്രതിസന്ധി അവിടെയുണ്ട്. ഏതായാലും മഞ്ഞിറങ്ങിയതോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാഴ്ചയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതായിട്ടുള്ള ഒരു കാലാവസ്ഥാ പ്രശ്നങ്ങളും ഈ സമയത്ത് അപകടം നടക്കുമ്പോൾ അവിടെ ഇല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. മലപ്പുറം പാങ്ങ് പള്ളിപ്പറമ്പ് ഗവൺമെൻറ് LPSൽ ഇത്രയധികം അധ്യാപകർക്കുണ്ടായ അല്ലെങ്കിൽ ജീവനക്കാർക്കുണ്ടായ ഒരു ദുരന്തത്തിൽ നിന്ന് ഇനിയും ആ നാട് അതിൻ്റെ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടി മാത്രം പുറപ്പെട്ട ഈ സംഘത്തിന് അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വലിയ തോതിലുള്ള അപകടം തന്നെയാണ് ഉണ്ടായത്. ഏതായാലും മരിച്ചവരുടെയൊക്കെ തന്നെ മൃതദേഹങ്ങൾ ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലാണ് സംസ്കരിച്ചത്. കൂടാതെ ഇപ്പോഴും പലരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർ ഭേദപ്പെട്ടു വന്നാൽ മാത്രമേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഈ അപകടത്തിൽ കുട്ടികളും ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഏതായാലും നമ്മൾ ഹൈ റേഞ്ചിലും മറ്റും വാഹനം ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ടൂർ പോകുമ്പോഴൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഈ ഒപ്പം വരുന്ന ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ കൃത്യമായി ഇവിടങ്ങളിൽ വാഹനം ഓടിച്ച് മുൻപരിചയമുള്ളവരാണോ എന്നുള്ള കാര്യം കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഹൈ റേഞ്ചിലും ഈ അപകടകരമായ ചുരങ്ങളുള്ള സ്ഥലങ്ങളിലുമൊക്കെ തന്നെ വാഹനം ഓടിക്കുമ്പോൾ അവർ അക്കാര്യത്തിൽ വളരെ പരിചയസമ്പന്നനായ ഒരാളല്ല വാഹനം ഓടിക്കുന്നത് എങ്കിൽ ഈ ഇവിടുത്തെ സ്ഥലത്തെക്കുറിച്ച് അതിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചൊക്കെ തന്നെ വ്യക്തമായ ധാരണയില്ലാത്ത ഒരാളാണ് ഈ വാഹനം ഓടിക്കുന്നതെങ്കിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഇപ്പോൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ വെക്കേഷൻ കാലമാണ്, പലരും നിരന്തരമായി ഇപ്പോൾ യാത്ര നടത്തുന്ന ഒരു സമയമാണ്. ഇത്തരത്തിൽ ടെമ്പോ ട്രാവലർ പോലെയുള്ള വാഹനങ്ങളെ പിടിച്ച് ചെറിയ ചെറിയ സംഘങ്ങളായും വലിയ വാഹനങ്ങളിലൊക്കെ തന്നെ പലരും യാത്ര ചെയ്യുന്നുണ്ട്. മൂന്നാർ പോലെയുള്ള സ്ഥലങ്ങളിലും അതുപോലെ ഈ വാൽപ്പാറയിലുമൊക്കെ തന്നെ ഈ ഹൈ റേഞ്ചിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നത് പോലെയല്ലേ ഹൈ റേഞ്ചിലേക്ക് നടത്തുന്ന യാത്രകൾ. അവിടുത്തെ കൊടും വളവുകളും തിരിവുകളും അതുപോലെ കയറ്റവും ഇറക്കവും ഒക്കെ തന്നെ അതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഡ്രൈവർക്ക് വ്യക്തമായ ധാരണയില്ലെങ്കിൽ, അതിന് മുൻപരിചയമില്ലെങ്കിൽ അപകടം ഉറപ്പാണ് എന്നുള്ളതാണ് വാസ്തവം. നേരത്തെയും പല ഇത്തരം ഹൈ റേഞ്ചുകളിലൊക്കെ തന്നെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും അവിടെയൊക്കെ തന്നെ വലിയ തോതിലുള്ള ആൾനാശം ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല സംഭവിച്ചത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇടുക്കിയിലും ഒരു 12 പേർ സഞ്ചരിച്ചിരുന്ന ഒരു ജീപ്പ് മറിഞ്ഞ് 2 പേർ മരിച്ചിരുന്നു. മറ്റു പലരും ആശുപത്രി ചികിത്സയിലാണ്. ഇതൊക്കെ തന്നെ ഈ പരിചയസമ്പന്നരായ ഡ്രൈവർ അല്ലാത്തതുകൊണ്ടാണോ, കാലാവസ്ഥ മൂടൽമഞ്ഞിറങ്ങിയതുകൊണ്ടാണോ ഇങ്ങനെ ഒരു റോഡ് കാണാതെ അപകടം ഉണ്ടായെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനി അന്വേഷണത്തിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ ഒരു അപകടം ഇത് വലിയൊരു പാഠമാണ് നമുക്ക് തരുന്നത്. നമ്മൾ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ സാധാരണഗതിയിൽ വാഹനം ബുക്ക് ചെയ്ത് പോകുമ്പോൾ ഇതിൻ്റെ ഡ്രൈവറെക്കുറിച്ചോ അയാളുടെ പശ്ചാത്തലത്തെക്കുറിച്ചോ തന്നെ ആരും അന്വേഷിക്കാറില്ല. അവർ വാഹനം കൊണ്ടുവരുന്നു, എല്ലാവരും കൂടെ കയറി യാത്ര ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് സംഭവിക്കാറുള്ളത്. ഒരു ടൂറിസ്റ്റ് വാഹനം നമ്മൾ വിളിക്കുമ്പോൾ അതിൻ്റെ അധികൃതരോട്, ഈ വാഹനം ഏർപ്പെടുത്തി തരുന്നവരോട് ഈ ഡ്രൈവറിൻ്റെ എക്സ്പീരിയൻസ് എത്രയാണുള്ളതെന്നും ഇയാൾക്ക് ഇത്തരം സ്ഥലങ്ങളിൽ വാഹനം ഓടിച്ച് മുൻപരിചയമുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് തന്നെ വ്യക്തമായി ചോദിച്ചറിഞ്ഞിട്ട് തന്നെ വേണം ബുക്ക് ചെയ്യാനും യാത്ര ചെയ്യാനും. അതല്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഇനിയും നമ്മെ ഒരുപാട് കാത്തിരിക്കുന്നുണ്ടാകും.